വമ്പൻ മോഷണം നടത്താൻ വീട്ടുകാരെ മയക്കിക്കടത്തുന്ന നേപ്പാൾ സംഘം തലസ്ഥാനത്തെ ഭീതിയിലാഴ്ത്തുന്നു. കുറുവ സംഘത്തിന് പിന്നാലെയാണ് ഇപ്പോൾ ഒരു കൂട്ടം നേപ്പാൾ സംഘവും മോഷണ പരമ്പരയുമായി കേരളത്തിലേക്ക് എത്തുന്നത്. ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന മുന്നറിയിപ്പാണ് ഇപ്പോൾ പോലീസ് നൽകുന്നത്. ഇന്ത്യയുടെ 5 സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന നേപ്പാളിൽ നിന്നുമാണ് ഈ സംഘം ഇപ്പോൾ കേരളത്തിലെത്തിയിരിക്കുന്നത്. സ്വർണം എത്ര കിട്ടിയാലും മതിയാകാത്ത മലയാളികളാണ് ഇവരുടെ ലക്ഷ്യം. അതായത് മലയാളികളുടെ സ്വർണത്തിനോടുള്ള ആർത്തി തന്നെയാണ് ഈ സംഘത്തെ ഇപ്പോൾ കേരളത്തിലേക്ക് എത്തിച്ചിരിക്കുന്നതെന്ന് വേണം പറയാൻ. തിരുവനന്തപുരം വർക്കലയിലാണ് ഈ സംഘം ഇപ്പോൾ മോഷണം നടത്തിയിരിക്കുന്നത്. മോഷണത്തിന് മുമ്പ് വീട്ടുകാരെ ഇവർ മയക്കിക്കിടത്തി. വീട്ടുജോലിക്കാരിയെ നേപ്പാൾ സ്വദേശിനിയാണ് ഇവർക്ക് വേണ്ട സഹായം ചെയ്തിരിക്കുന്നത്. ഭക്ഷണത്തിൽ ലഹരി കലർത്തി നൽകിയാണ് ഈ സംഘം വീട്ടുകാരെ മയക്കിക്കിടത്തിയത്. 5 അംഗ സംഘമാണ് ഈ മോഷണം നടത്തിയിരിക്കുന്നത്. ഇതിൽ ഇപ്പോൾ 2 പേർ പോലീസ് കസ്റ്റഡിയിലായിട്ടുണ്ട്. ഹരിഹരപുരം LP സ്കൂളിന് സമീപത്തെ വീട്ടിൽ ഇക്കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് സംഭവം. 74-കാരിയ ശ്രീദേവി അമ്മയും മരുമകൾ ദീപയും ഹോം നഴ്സായ സിന്ധുവുമായിരുന്നു ഈ വീട്ടിൽ താമസിക്കുന്നത്. ഇവരെ 3 പേരെ മയക്കിക്കിടത്തി സ്വർണവും പണവുമാണ് കവർന്നിരിക്കുന്നത്. 15 ദിവസമായി ഇവിടെ ജോലിക്ക് വന്നിരുന്ന നേപ്പാൾ സ്വദേശിയായ യുവതിയുടെ നേതൃത്വത്തിലായിരുന്നു ഈ വമ്പൻ മോഷണം നടന്നിരിക്കുന്നത്. ഇക്കഴിഞ്ഞ ദിവസം ചൊവ്വാഴ്ച രാത്രി വീട്ടുടമയായ ശ്രീദേവി അമ്മയുടെ മകൻ ഭാര്യ ദീപയെ നിരന്തരം ഫോണിൽ വിളിച്ചിരുന്നു. എന്നാൽ യാതൊരുവിധ മറുപടിയും ലഭിച്ചില്ല. ഇതേ തുടർന്ന് അയൽ വീട്ടിൽ വിളിച്ച് കാര്യമറിയിച്ചു. തൊട്ടടുത്ത വീട്ടിൽ താമസിക്കുന്ന ബന്ധു എത്തിയപ്പോഴാണ് വീട്ടിൽ നിന്നും 4 പേർ ഇറങ്ങി ഓടുന്നത് കണ്ടതും ബഹളം വെച്ച് നാട്ടുകാരെ കൂട്ടി വീട് തുറന്നു നോക്കിയപ്പോഴാണ് ശ്രീദേവി അമ്മയും ദീപയും സിന്ധുവിനെയും ബോധരഹിതരായ നിലയിൽ കണ്ടെത്തിയത്. ഇതിന് പിന്നാലെ പരിശോധന നടത്തിയിരുന്നു. വീടിനോട് ചേർന്നുള്ള കമ്പിവേലിയിൽ കുരുങ്ങി ഒരാൾ കിടക്കുന്നത് കണ്ടു. ഇയാളെ പരിശോധിച്ചതിൽ നിന്നാണ് മോഷ്ടാക്കളിൽ ഒരാളാണ് ഇയാളെന്ന് മനസ്സിലായത്. ഇയാളുടെ ബാഗിൽ നിന്ന് സ്വർണവും പണവും ഒക്കെ കണ്ടെത്തിയിരുന്നു. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ഒളിച്ചിരുന്ന മറ്റൊരാളെ കൂടി കണ്ടെത്തിയതും. പിടികൂടിയ 2 പേരെയും അരൂർ പോലീസിൽ ഏൽപ്പിക്കുകയായിരുന്നു. വീട്ടുജോലിക്ക് നിന്ന യുവതിയടക്കം 3 പേരെയാണ് ഇനി കണ്ടെത്തേണ്ടത്. 4 അംഗ സംഘം കറങ്ങി നടക്കുന്ന CCTV ദൃശ്യവും ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. അതായത് ആസൂത്രിതമായ മോഷണം എന്നാണ് പോലീസ് പറയുന്നത്. മോഷണം ലക്ഷ്യമിട്ടാണ് യുവതി വീട്ടുജോലി സമ്പാദിച്ചതെന്നാണ് അനുമാനം. അതായത് കേരളത്തിൽ വീട്ടുജോലി അന്വേഷിച്ചെത്തുന്ന ഇതര സംസ്ഥാന തൊഴിലാളികളെ അടക്കം ഇപ്പോൾ സംശയത്തിൽ ആഴ്ത്തുകയാണ് ഇത്തരമൊരു നേപ്പാൾ സംഘം. സംഭവസ്ഥലത്ത് വിരലടയാള വിദഗ്ധരടക്കം എത്തിയിരുന്നു. അക്രമത്തിനിരയായ 3 പേരെയും കൊല്ലത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കായിരുന്നു. അതേസമയം ഇതിനു മുമ്പ് കുറുവ സംഘമാണ് കേരളത്തിൽ ഭീഷണിയായതെങ്കിൽ ഇപ്പോൾ കുറുവ സംഘത്തിന് പിന്നാലെ തന്നെയാണ് ഇപ്പോൾ നേപ്പാൾ സംഘവും കേരളത്തിലേക്ക് എത്തുന്നത്. നമുക്കറിയാം, കുറുവ സംഘങ്ങൾ എന്തും ചെയ്യാൻ മടിക്കാത്ത സംഘങ്ങളാണ്. ഇവർക്ക് മർമ്മവിദ്യ വരെ നല്ല വശമാണ്. ഇതിനു മുമ്പ് വരെ കുറുവ സംഘം എത്തുമ്പോൾ ജാഗ്രതാ നിർദ്ദേശമടക്കം പോലീസ് നൽകിയിരുന്നു. ഇപ്പോൾ അത്തരത്തിൽ നേപ്പാൾ സംഘമാണ് ഇപ്പോൾ കേരളത്തിൽ എത്തുന്നത്. അത്തരത്തിലാണ് ഇപ്പോൾ നേപ്പാൾ സംഘം കേരളത്തിലേക്ക് എത്തുന്നത്. കുറുവ സംഘം മോഷണത്തിന് കയറുന്ന വീടുകളിൽ ആളുകൾക്ക് പ്രഹരമേൽപ്പിക്കുകയും മർമ്മസ്ഥാനത്തായിരിക്കും. ഇതിന് പിന്നാലെ ഇവർക്കൊന്ന് കരയാനോ അല്ലെങ്കിൽ ചലിക്കാനോ പോലും ആകില്ല. ബോധക്ഷയം പോലും ഉണ്ടാകാം. വീടുകളിൽ നായയുണ്ടെങ്കിൽ നായയെ പാട്ടിലാക്കാൻ മയക്കുമരുന്നും നായയ്ക്ക് നൽകാൻ ഇവർക്ക് സാധിക്കും. എന്തായാലും ഇപ്പോൾ ക്ഷാമവും പട്ടിണിയും ഒക്കെ അതിർത്തി പ്രദേശങ്ങളിൽ അതിരൂക്ഷമാവുകയാണ്. അതിനാൽ തന്നെ മോഷണങ്ങളും പിടിച്ചുപറിയും ഒക്കെ കൂടാനുള്ള വലിയ സാധ്യതയുണ്ട്. അതിനാൽ തന്നെ അന്യ സംസ്ഥാനത്ത് നിന്ന് മലയാളികളെ കൊന്നും കവർച്ചയ്ക്കുമായി എത്തുന്ന സംഘങ്ങളെ ഒന്ന് കരുതിയിരിക്കുക. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.